മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നുമുതൽ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. നിങ്ങൾ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഭക്തരെ, സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും അധികം ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ വേണ്ടി സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിട്ടിരിക്കുകയും ചെയ്യുക. ഭക്തരെ, ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാൻ ഉണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. പുറമേ നിന്ന് വിലയിരുത്താൻ എളുപ്പമാണ്, പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവരുടേതു മാത്രമാണ്. ഭക്തരെ, മറ്റുള്ളവരോട് ദയ കാണിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ ജീവിതവുമായി മല്ലിടുകയാണ്. ഭക്തരെ, നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും പ്രകടനങ്ങളും ആ വ്യക്തിയുടെ സ്വഭാവത്തെ നിർവചിക്കുന്നില്ല. ചിലർ വാക്കുകളിലൂടെയും ചിലർ പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. അവർ അറിയാതെ പോകുന്ന ഒന്നുണ്ട്, കർമ്മഫലം എന്നത് അനുഭവിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ സത്യം എന്ന വാക്കിന് അർത്ഥമില്ലാതെ പോകും. ഈ ഭൂമിയിൽ പണമാണ് പല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. പണമുള്ളവൻ എല്ലാവരുടെയും ബന്ധുവായിരിക്കും. പണമില്ലാത്തവന് രക്തബന്ധങ്ങൾ പോലും അന്യമായിരിക്കും. ഭക്തരെ, നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളെ പലപ്പോഴും പാഠമാക്കിയെടുത്താൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതകൾ കുറയുന്നു. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.